ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ ഏക്കർ കണക്കിന് പാടശേഖരത്തിൽ ഇപ്പോൾ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വള്ളത്തിൽ കയറി നിങ്ങൾക്കും പൂക്കൾ അടുത്ത് കാണാനും ആസ്വദിക്കാനും സാധിക്കും. ഒരാൾക്ക് 100 രൂപയാണ് ബോട്ടിങ്ങിന് ഇവിടെ ചെലവാകുന്നത്. ഞങ്ങളുടെ വള്ളം തുഴയുന്ന ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ഇത് എപ്പോഴൊക്കെ ഉണ്ടാവാറ്? വർഷത്തിൽ ഒരിക്കൽ മാത്രമാണോ, അത് സീസണാണോ? ഓക്കെ, ഇത് അപ്പം പാടമാണല്ലോ. അപ്പൊ പാടം കൃഷി കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് ഇത് തനിയെ ഉണ്ടാവുന്നതാണോ? ആദ്യം നമ്മൾ ഈ ഉപ്പുവെള്ളം കയറ്റണം. ഉപ്പുവെള്ളം കയറ്റി കഴിഞ്ഞാൽ വെള്ളം ഇറക്കിയിട്ട് നല്ല വെള്ളം കയറ്റും. നല്ല വെള്ളത്തിന് സംഭവം ഉണ്ടാകും. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ വിത്ത് ഇത് മണ്ണിൽ തന്നെ ഉണ്ടാവും? അങ്ങനെ അരിയാണ് അത് മണ്ണിൽ തന്നെ ഉണ്ടാവും, അത് തനിയെ പൊടിക്കുന്നതാണോ? അത് മണ്ണി അരി കിടന്നുള്ളൂ, എത്ര വർഷം അല്ലാതെ ഇടുന്നൊന്നും അല്ലല്ലോ. ഓ, അപ്പൊ അല്ല, ഇത് ഈ കൃഷി സമയത്ത് മാറ്റുമല്ലോ. കൃഷി സമയത്ത് നമ്മൾ കളനാശം അടിച്ചിട്ട് വെള്ളം പറ്റത്തില്ലേ, നമ്മൾ ട്രാക്ടർ കൊണ്ടുവന്ന് തൊഴിൽ മറിച്ച് കളയും. ഓക്കെ, അപ്പൊ ഇത് നശിച്ചു പോകത്തില്ലേ? അല്ല, അത് പിന്നെ പൊടിക്കാനായിട്ട്? ഓക്കെ ഓക്കെ. ആ ആ. അപ്പൊ ഇതിനിപ്പം ഇന്നിപ്പം 9-ാം തീയതി അല്ലേ? അപ്പം ഇനി എത്ര ദിവസം ഇതുണ്ടാവും? ഈ മാസം അവസാനം വരെ ഉണ്ടാവും. ഇത് എത്ര ഏക്കർ ഉണ്ടാവും? 2000. ഈ ഒരു ഇത്രയും ഒരു ഏരിയ മാത്രമേ ഉള്ളൂ, അതോ ഇത് കര കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവും? അതുകൊണ്ട് വെള്ളം കെട്ട താമസിച്ചു. എല്ലാവരും ഈ പണ്ടത്തെ കാണത്തില്ലായിരുന്നു. സമയം എത്രയാണ് പീക്ക് ടൈം? രാവിലെ 5:30 തൊട്ട് 6 മണി സ്റ്റാർട്ട് ചെയ്യും. എത്ര മണി വരെ ഉണ്ടാവും? 10 മണി വരെ ഇതിനെ വിരിഞ്ഞ് കിട്ടും. അതായത് ഈ ഒരു ചെടിയിൽ ഈ പൂവാണ് വിരിയുക, കൂമ്പോ ചെയ്യണം. പിറ്റേ കൂമ്പിയ പൂ ഇത് തന്നെയാണ് വിരിയുന്നത്. അപ്പം ആൾക്കാർ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെടിയിൽ ഈ ഒരു ചെടിക്കകത്ത് 1-2 പൂവ് നിൽക്കത്തുള്ളൂ ഒരു ചെടിയിൽ. പറിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു മുട്ടുണ്ടായി വരാൻ കുറെ സമയം എടുക്കും. ഇതാകുമ്പോൾ 1.5 മാസം നിൽക്കും ഈ ഒരു ഓ, പൂ. 1.5 മാസം ഒരു പൂ നിൽക്കും. ഓ, നമ്മൾ പറഞ്ഞതിന്റെ മുട്ടാണ്. ഈ പൂ തന്നെയാണ് 10 മണിയാകുമ്പോൾ ഇങ്ങനെ കൊണ്ട് പോകും. ഓക്കെ ഓക്കെ. അത് തന്നെ 1.5 മാസം നിൽക്കും. ആ പൂ തന്നെ വ്യത്യാസം കിട്ടും. ഓക്കെ ഓക്കെ. ഒരു പൂവൊക്കെ ഇതേപോലെ പറിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ പൂക്കൾ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ആവശ്യമാണ് വൃത്തിയായിട്ട് കിടക്കാന്നൊക്കെ ഉള്ളത്. അപ്പൊ പറഞ്ഞ പോലെ ഈ സെപ്റ്റംബർ മാസം അവസാനം വരെ പൂക്കൾ ഇവിടെ ഉണ്ടാവും. 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. കൂടുതൽ പൂക്കൾ പറിക്കാതിരിക്കുക, പേപ്പറും പ്ലാസ്റ്റിക്കും കൊണ്ടിട്ട് ഈ സ്ഥലം വൃത്തികേടാക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.